നമ്മളിപ്പോൾ ഗവൺമെൻറ് മൊയൻസ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കേരളത്തിൽ 2 ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഈ മൊയൻസ് സ്കൂൾ എന്ന് പറയുന്നത്. ഇവിടെ കരാട്ടെ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഒരുപാട് നല്ല പ്രാക്ടീസസ് ഉള്ള സ്കൂളാണ്. ഞാൻ ഈ സ്കൂളിൽ വന്നിട്ടുണ്ട്. ഒരു ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ മൊയൻസ് എന്നാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു പാലക്കാട് മൊയൻസ് സ്കൂൾ എന്ന് പറയുന്നത് പാലക്കാട്ടെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതൊരു അപാരമായ ഫീലിംഗ് ആണ് കേട്ടോ ഈ മനുഷ്യരുടെ കാര്യത്തിൽ. നമുക്ക് ഹായ്, ഇവിടുത്തെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഇക്ബാലെ? അത് ഇക്ബാൽ ഒന്ന് പറഞ്ഞേ. സാർ, 2015 ഇവിടെ ഡിജിറ്റലൈസേഷൻ പദ്ധതി ആരംഭിക്കുന്നത്. അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് 2015 നവംബറിൽ തുടങ്ങി 2016 ജൂണിൽ പൂർത്തിയാകുമെന്നായിരുന്നു വാഗ്ദാനം ഉണ്ടായിരുന്നത്. പക്ഷേ ഇതുവരെയും ഈ 9 വർഷക്കാലമായിട്ടും ഈ മോഞ്ച് സ്കൂളിൽ ഡിജിറ്റലൈസേഷൻ പദ്ധതി എവിടേക്കും എത്തിയിട്ടില്ല. കാരണം മറ്റ് സർക്കാർ സ്കൂളുകളെല്ലാം ഡിജിറ്റലൈസേഷൻ പദ്ധതിയിൽ ഒരു പരിധി വരെയെങ്കിലും അവിടെയെല്ലാം പൂർത്തിയായി. പക്ഷേ ഇവിടെ ഒന്നും തന്നെ പൂർത്തിയായില്ല എന്നാണ് ഇവിടുത്തെ ആളുകളെല്ലാം പറയുന്നത്. PTA പ്രസിഡന്റാണ് മോഞ്ച് സ്കൂളിൽ. നേരത്തെ പരിപാടിക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് എന്താ ഇവിടെ സംഭവിച്ചത്? ഇവിടെ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് ഈ ക്ലാസ് റൂമുകളിൽ ബെഞ്ചും ഡെസ്കും പഠന പ്രവർത്തനങ്ങൾക്ക് ക്ലാസ്സിൽ നടക്കേണ്ട പഠന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അത് ആ സജ്ജീകരണം അങ്ങനെയാണ്, ഇളക്കാൻ പറ്റുന്നില്ല ബെഞ്ചും ഡെസ്കും. അതായത് ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ നടന്നോ ഇല്ലയോ? ഇല്ല, നടന്നിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വയറ് വലിച്ചിട്ടുണ്ടല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല. ചില ക്ലാസ്സുകളിൽ LED മോണിറ്ററും ഇല്ല, വെച്ചിട്ടില്ല. അതും വെച്ചിട്ടില്ല. അതെല്ലാം പ്രൊജക്ടർ പഴയതാണ്. അത് മാത്രമല്ല, ഇതിന്റെ ഭാഗമായി എത്ര കോടി രൂപ അനുവദിച്ചത് അറിയോ? 8 കോടി. 8 കോടി അനുവദിച്ചൊരു പ്രോജക്റ്റ് എങ്ങും എത്തിയിട്ടില്ല. അത് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഫണ്ടുണ്ട്, വയലാരവിയുടെ ഫണ്ടുണ്ട്, AK ആന്റണിയുടെ ഫണ്ടുണ്ട് എന്നൊക്കെയാണ് MLA പറഞ്ഞത്. ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല. 8 കോടി രൂപ മുടക്കി തുടങ്ങിയതാണ്, പക്ഷേ ആ പദ്ധതി എങ്ങും എത്തിയിട്ടില്ല. ഒരു ക്ലാസ് മുറി പോലും ഒന്നും ആയില്ല. ഒരു ക്ലാസ് റൂം പോലും ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കമ്പ്യൂട്ടർ വഴി പഠിക്കാനോ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കുന്ന സംവിധാനം ആയിട്ടില്ല. ഇതെല്ലാം ഒരു റൂമിൽ പൂട്ടിയിട്ടുണ്ട്. ഒരു റൂമിൽ പൂട്ടിയിട്ടുണ്ട്. അതിന്റെ പ്രൊജക്ടറും 6.5 കോടിയോളം ചെലവിട്ടെന്നാ കണക്ക്. എന്റെ രഞ്ജിത്തെ, ഇതെന്താ നമ്മൾ കേൾക്കുന്നത് അല്ലേ? MLA-യുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. MLA വിഭാവനം ചെയ്യുമ്പോൾ വലിയ പ്രോജക്റ്റ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു. എന്തുകൊണ്ടായിരിക്കും നിന്ന് പോയിട്ടുണ്ടാവുക? അതായത് ഇതിൽ തുടക്കത്തിൽ ഒരുപാട് ഇവിടുത്തെ മരങ്ങളും സാധനങ്ങളൊക്കെ ഈ ബലം കുറഞ്ഞ സാധനങ്ങളൊക്കെ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് തുടങ്ങാൻ നോക്കി. അപ്പോൾ ഇവിടുത്തെ PT അന്ന് നിലവിലുള്ള PT ഇതൊക്കെ തടയിലുണ്ടായി. അങ്ങനെ ഓരോ ഇത് വൈകി. ഇതാണ് ഓരോരോ തടസ്സങ്ങളും. MLA പ്രതിപക്ഷത്താവുന്നത് കൊണ്ടുണ്ടാവുന്ന എതിർപ്പുകൾ ഒരു വശത്ത് അല്ലേ, രാഷ്ട്രീയമായിട്ടുള്ള നല്ല മാതൃകകളുണ്ട്. ഒരു കാര്യം നമ്മൾ പ്രേക്ഷകർ നടക്കാം, അതാണ് പറയാൻ വന്നത്. അന്ന് പ്രദീപ് അവിടെ ഇടപെട്ട് വളരെ കൃത്യമാണ്. പക്ഷേ വേറെ കാര്യമുണ്ട് കേട്ടോ, ഭരിക്കുന്ന സർക്കാരും MLA-യും 2 പക്ഷത്താവുകയും സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന പ്രതിപക്ഷ MLA ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ടാവും. പക്ഷേ സ്വകാര്യ വ്യക്തികളുടെ സഹായം കൂടെ ലഭിച്ചു. പ്രദീപ് കുമാർ MLA ആദ്യം MLA ആവുമ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആ സമയത്താണ്. പക്ഷേ അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആയിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇതുപോലെ ഒരു വിദ്യാലയം വേറെ എവിടെയും ഉണ്ടാവുമായിരുന്നു. അത് എനിക്കൊന്ന് ഷാഫിക്കൊക്കെ വളരെ പ്രസ്റ്റീജായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു.